ഹായ്, ഇന്ന് ഞാൻ വാളങ്കിപ്പയർ നടാനുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാണ്. ഞാൻ 3 കട നട്ടിട്ട് ഉണ്ടായ വാളങ്കിപ്പയറാണ് ഈ കാണുന്നത്. കടാ, അപ്പൊ ഇതിന് മുന്നേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഒരെണ്ണം വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല മൂത്ത് വിത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് നടാന്ന് വെച്ചു. കടാ, അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്നാണ് ഞാൻ പൊട്ടിക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം ഫസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലത് വിത്ത് നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം അതിന്റെ കടാ വിത്താക്കി എടുത്തിട്ടുണ്ട്. ഈ വിത്ത് നമുക്ക് പാവാം. അതാണെന്ന് ഞാൻ പാവെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പാവണമെന്ന് കാണാം കേട്ടോ. നോക്കാം. എന്തായാലും നമ്മൾക്ക് ഉണ്ടായതില്ല. കാരണം ഇവിടെ ഇപ്പോൾ പ്ലാവിന്റെ കടയുടെ പേരിൽ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടാവുന്നുണ്ട്. വാളങ്കിപ്പയർ നടാനുള്ള സ്ഥലം റെഡി ആക്കിയിട്ടുണ്ട്. കുഴി ഞാനിങ്ങനെ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈ വൈക്കോലും കൂടി വെച്ചു കൊടുക്കാം. വൈക്കോലെന്നല്ല, നമുക്ക് പച്ചിലയായാലും എന്തായാലും വെച്ചാൽ മതി. കാരണം ഞാനൊരു മണ്ണിളക്കത്തിനും വളരാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വെക്കുന്നത് കേട്ടോ. മണ്ണ് കുറച്ച് ടൈറ്റ് ആവാണ്ടിരിക്കാനായിട്ട് കാണാം. ഇതേതി മണ്ണുണ്ട് കാണാം, പൊടിഞ്ഞു വരും. പക്ഷെ അതിനൊരു പശവശമുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വൈക്കോല് വയ്ക്കുന്നത്. കേട്ടാ, ഇതേപോലെ പൊടിഞ്ഞു വരും, അല്ലെങ്കിൽ കട്ടയായിട്ട് തന്നെ കിടക്കും. അപ്പം അതിൻ്റെ വേരോടാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേരോടലൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് ചെടി നന്നാവില്ല. അപ്പോൾ ചെടി വളരുമ്പോൾ തന്നെ നല്ല രീതിയിൽ വരണം. ആ വരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തൊട്ട് നല്ല വേരോടുകൂടി വരണം. അപ്പം അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈക്കോല് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതാക്കിയിട്ട് ഇതാണ്, കുറച്ച് വെച്ചാൽ മതി. അത് വൈക്കോലുള്ളൊരു വൈക്കോല് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറാണ് ചകിരിച്ചോറ് വെക്കുക, അല്ലെങ്കിൽ പച്ചില കിട്ടുകയാണെങ്കിൽ പച്ചില വെക്കുക. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വേറ്റോട്ടം കിട്ടും. അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ദിവസം മണ്ണ് അതിന് മേലെ കൂടെ കുറച്ച് മണ്ണാണ്ട് എടുത്തിടാം. അതിന് നമുക്ക് കുരു കുത്താടാം. മണ്ണ് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കുന്നു. എന്ത് കട്ടിയെന്നൊക്കെ ഇതൊക്കെ പൊടിച്ചിടണം. അപ്പം ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ കട്ടിയിടുന്നെങ്കിൽ ഇതുകൊണ്ട് അലിഞ്ഞു പോവും. അല്ലെങ്കിൽ കട്ടിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല. അതില്ല, അതിരിക്കാനാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ 7 കുരുവാണുള്ളത്. അപ്പം ആ 7 കുരുവിനുള്ളത് ചാരം ഈ ചാണം കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടത്. അപ്പം അത് നമുക്ക് ഓരോ കുരുവിനുള്ള കണക്കാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ വളർന്നതിന് ശേഷം ചെയ്യാം. ഇപ്പോൾ കുറച്ച് ദിവസം മതി. ഇപ്പോൾ കുറച്ച് മതി. ഇനി വളർന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ, വളം ചെയ്യാം. ഇത് കുരുവിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളതാണ്. ഇനി കുറച്ച് ദിവസം മണ്ണും കൂടി ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം കുരു കുത്താം കേട്ടോ. കുരു ഇട്ടാൽ നമ്മുടെ അപ്പോൾ ഈ കുരു കൊണ്ട് നമുക്ക് കുത്തി കൊടുക്കാം. അപ്പം എല്ലാം കഴിഞ്ഞാൽ മണ്ണിട്ട് റെഡി ആയിട്ട് കുരു കുത്തി കുഴച്ച് ഇനി മുളച്ചതിന് ശേഷം മാത്രം നമുക്കിനി വീണ്ടുമുള്ള കാര്യങ്ങൾ ചെയ്യാം. കുരു നട്ടു കേട്ടോ. ഞാൻ മുന്നേ നട്ടത് ഞാൻ പ്ലാവിൻ്റെ അവിടെ നട്ടത്. അപ്പം അത് പടരാനുള്ള, അപ്പം ഇതിൻ്റെ പടർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ നട്ടിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ 1-2 ഉള്ളതെങ്കിൽ ഇതിന് കടക്കി പടർത്തിയാൽ മതി. സുഖമല്ലേ, പടർന്നതായിക്കോളും. കുരു കുത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കേട്ടോ, ഇങ്ങനെ ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. അതിന് ശേഷം അപ്പം നമ്മുടെ വാളങ്കിപ്പയർ നമ്മൾ നട്ടു. അപ്പോൾ ആ പ്ലാവിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് ചെറിയൊരു പന്തലൊക്കെ കെട്ടി അതിനെ സുഖസുന്ദരമായിട്ട് വളർത്താനുള്ള പരിപാടിക്കാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം മുളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ചാരം ചാണം കുറച്ച് ഇട്ടിട്ടുണ്ട്. വളർന്നതിന് ശേഷം അതിൻ്റെ ആരോഗ്യം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാളങ്കിപ്പയർ നടണതിനെ ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്.